നമസ്കാരം. യുദ്ധമുഖത്തെന്ന വണ്ണം ഭഗവതി വിളയാടുന്ന ഒരു കാവുണ്ട് മധ്യ തിരുവിതാംകൂറിൽ, പനയന്നാർ കാവ്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വിഗ്രഹത്തിൻ്റെ പിന്നിൽ നിന്നേ ശാന്തിക്കാർ പൂജ ചെയ്യാറുള്ളൂ. ഉഗ്രമൂർത്തിയാണ്. മുന്നിൽ ചെന്ന് നിന്നാൽ തൊഴിച്ചെറിഞ്ഞു കളയും. പ്രതിഷ്ഠയ്ക്ക് ശേഷം ദേവിയുടെ മുമ്പിൽ പുഷ്പാഞ്ജലി നടത്താനിരുന്നത് നാരദമുനിയാണ് എന്നാണ് വിശ്വാസം. നാരദരെ പീഠമടക്കം ശൂലത്തിൽ കോരിയെറിഞ്ഞു കളഞ്ഞു ഭദ്രകാളി. അന്നു മുതൽ ഇന്നോളം പൂജാരിമാർ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിന്ന് പൂജ ചെയ്യാൻ മടിക്കുന്നു. തന്ത്രി പോലും ദേവിയുടെ മുമ്പിൽ നിൽക്കില്ല. ഈ ക്ഷേത്രകഥ ഇവിടെ ഓർക്കാൻ ഒരു കാരണമുണ്ട്. പമ്പയിൽ നടന്ന ആഗോള കുമാരസംഭവത്തിൽ ധർമ്മശാസ്താവിൻ്റെ ഒരു വലിയ പ്രതിരൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു വേദിയിൽ. ആ വിഗ്രഹത്തിൻ്റെ പിന്നിൽ നിന്നാണ് പിണറായി വിജയൻ പ്രസംഗിച്ചത്. മുമ്പിലെങ്ങാനും ചെന്ന് നിന്നിരുന്നെങ്കിൽ ശൂലമൊന്നും വേണ്ട, ചെറുവിരൽ കൊണ്ട് അയ്യപ്പസ്വാമി ഈ കപട കമ്മ്യൂണിസ്റ്റ് ഭക്തനെ തോണ്ടിയെടുത്ത് പമ്പാ നദിയിൽ എറിഞ്ഞേനെ. 2 അക്ഷരമുള്ള നാണം, 3 അക്ഷരമുള്ള ഉളുപ്പ്, 4 അക്ഷരമുള്ള നീതിബോധം, 5 അക്ഷരമുള്ള വകതിരിവ്. ഇത്രയുമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ചെങ്കൊടി പിടിക്കാതെ തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആകും. അതിന് ദാസ് ക്യാപിറ്റലും കൽക്കട്ട തീസിസും ഒന്നും വായിക്കേണ്ട കാര്യമേ ഇല്ല സഖാക്കളെ. മണ്ണിൽ നിന്നും മനുഷ്യരിൽ നിന്നും വളം വലിച്ചെടുത്ത് വളർന്ന ഒരു പ്രസ്ഥാനം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ദശാസന്ധി അതികഠിനമാണ്. 8 കോടി മുടക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ പമ്പയിൽ നിന്ന്. അതിന് കൂടെ കൂടിയത് ഭൂലോക വർഗീയവാദിയായ വെള്ളാപ്പള്ളി നടേശനും. നടേശൻ മുതലാളി പറയുന്നത് 3ാം തവണയും പിണറായി വരും എന്നാണ്. അപ്പോൾ പുള്ളി പോയത് പിണറായി വിജയനെ കൊണ്ടുവരാനാണോ അയ്യപ്പ സംഗമത്തിനാണോ? പമ്പയിൽ ചെന്ന് നിന്ന് ശരണം വിളിക്കേണ്ട സമയത്ത് നടേശൻ മൊയ്ന്ത് പ്രവചിക്കുന്നത് പിണറായി വിജയൻ്റെ 3ാം വരവാണ്. വ്യാപാരമേ ഹനനമാം വനവേടനുണ്ടോ, വ്യാപന്നമായി കഴുകനെന്നും കബോധമെന്നും. ഇതാണ് വിജയൻ എന്ന വിപ്ലവകാരിയുടെ ഉള്ളിലിരിപ്പ്. വേടനെ കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? അയ്യപ്പനെ കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? സ്പെയിനിലെ കാളപ്പോർ ഓർമ്മിച്ചാൽ അറിയാം. കാളയെ വെറും കൈയോടെ ഒരാൾ എതിരിടുന്നു. കാള കൊമ്പുകൊണ്ട് കുത്തിയും കുളമ്പുകൊണ്ട് ചവിട്ടിയും അയാളെ കൊല്ലുന്നു. ആ മനുഷ്യൻ്റെ കുടൽ വെളിയിൽ ചാടുന്നു. രക്തം നിലത്ത് തളം കെട്ടിക്കിടക്കുന്നു. മരണവക്ത്രത്തിൽപ്പെട്ട അവൻ പുളയുമ്പോൾ കാണികൾ കൈകൊട്ടി ചിരിക്കുകയായി. അത്തരക്കാരുടെ മനോനില എന്തായിരിക്കും? ഗൂഢമാർഗത്തിൽ അന്യരെ ഉപദ്രവിച്ച് രസിക്കുന്ന മനുഷ്യർ കാളപ്പോരിനെ ഇഷ്ടപ്പെടും. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കാളപ്പോരുകാരുടെ മനസ്സ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത്തരക്കാരിൽ നിന്നും കാരുണ്യം പ്രതീക്ഷിക്കാൻ കഴിയില്ല. സെബസ്ത്യാനോസിനെയും വാവരെയും ചേർത്ത് പിടിച്ച അയ്യപ്പൻ്റെ പൂങ്കാവനത്തിലേക്ക് ഒറ്റ കാറിൽ കയറി പിണറായി വിജയനും നടേശനും ചെന്നിറങ്ങുന്നത് കണ്ടപ്പോൾ ശുംഭനിശുംഭന്മാരെ ഓർമ്മ വന്നു. ഗ്രാമവൃക്ഷത്തിലെ കുയിലെഴുതിയ കുമാരനാശാനെ നാട്ടുകാർ കുയിൽ കുമാരൻ എന്ന് വിളിച്ചു. പച്ചവർഗീയതയ്ക്ക് തീയിട്ട നടേശൻ മുഖ്യൻ്റെ ഗുരുസ്വാമിയായി. നോക്കണേ കാലത്തിൻ്റെ ഒരു പോക്ക്. ഞാവൽ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വേതാളത്തെ തോളിലേറ്റി വിക്രമാദിത്യൻ പോയതുപോലെയാണ് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി പിണറായി വിജയൻ പമ്പയ്ക്ക് പോയത്. ലോകത്തിന് മുഴുവൻ മഹിതമായ സന്ദേശം നൽകാനാണല്ലോ പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഗുരു എന്ന 2 അക്ഷരം ഉരുവിടാൻ യോഗ്യനാണോ ഈ വെള്ളാപ്പള്ളി നടേശൻ? തോട്ടിയും ബ്രഹ്മം മലവും ബ്രഹ്മം എന്ന് പറഞ്ഞ ലോകാരാധ്യനായ ശ്രീനാരായണ ഗുരുവിൻ്റെ നഖം വെച്ച് പൂജിക്കാൻ പോലും യോഗ്യനല്ല വെള്ളാപ്പള്ളി നടേശൻ. നിങ്ങൾക്ക് നായരാകാം, നമ്പൂതിരിയാകാം, ഈഴവനാകാം, തോടനായ്ക്കനാകാം. അഭിമാനപൂർവ്വം നിങ്ങൾ നിങ്ങളുടെ ജാതിയും പറഞ്ഞുകൊള്ളുക. പക്ഷേ മറ്റുള്ളവരുടെ ജാതിയും മതവും പറഞ്ഞ് നിന്ദിക്കുന്നവനെ 7 അയലത്ത് കയറ്റരുത്. അവരെല്ലാം കൊണ്ടുപോയി ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഈ പതിവ് ദുഃഖഗാനം മേലിൽ വെള്ളാപ്പള്ളി പാടരുത്. കഴിഞ്ഞ 9.5 വർഷമായി നിങ്ങളുടെ അരുമ നൻപൻ പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്. ആവശ്യമുള്ളതെല്ലാം ചോദിച്ചു വാങ്ങിക്കൊള്ളണം. 10 വർഷത്തെ പിണറായി ഭരണം കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടന ഒന്നും നേടിയില്ലെന്ന് പറഞ്ഞ് നാളെ പിന്നെയും മോങ്ങാൻ വരരുത്. 4000 പേരെ ക്ഷണിച്ച് പമ്പയിൽ പന്തലിട്ടിട്ടും 1000 പേരെ തികയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ ഈ ഉഡായിപ്പ് ബ്രദേഴ്സിന്. ഓരോ ശാഖയിൽ നിന്നും 10 പേരും ഓരോ ബ്രാഞ്ചിൽ നിന്നും CPMൻ്റെ 10 പേരും ഇറങ്ങിയിരുന്നെങ്കിൽ പന്തൽ കവിഞ്ഞേനെ. വ്യഭിചാരി എന്ന് വിളിച്ച് പിണറായി വിജയൻ ആക്ഷേപിച്ച ഒരു കണ്ഠരരും വേദിയിൽ നിൽക്കുന്നത് കണ്ടു. വാവരുടെ പ്രതിനിധിയായി ആട് ജലീലിനെ കണ്ടു. വിവരദോഷികളുടെ പ്രതിനിധിയായി ഭീമൻ രഘുവിനെ കണ്ടു.
പുറകിൽ തള്ളു നടക്കുകയാണ് അകത്തു കയറാനെന്നാണ് ഭീമൻ രഘു പറഞ്ഞത്. പിണറായി ഭക്തനാണ്, ദയാലുവാണ്, നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണ്, ഇങ്ങനെയൊക്കെയാണ് നടേശൻ പറയുന്നത്. ഈ മനുഷ്യനോട് ആരെങ്കിലും ചോദിച്ചോ പിണറായി വിജയൻ്റെ ലക്ഷണങ്ങൾ? സത്യത്തിൽ എന്തിനാണ് ഈ പരിപാടി പിണറായി നടത്തിയത്? നൂറ്റാണ്ടുകളായി ശബരിമല ഏഴകളുടെ ദൈവം വാഴുന്ന മണ്ണാണ്. ലക്ഷക്കണക്കിന് ഭക്തർ അവിടെ എല്ലാ സീസണിലും എത്തുന്നുണ്ട്. ആരുടെയും ശുപാർശ കൊണ്ട് സംഭവിച്ചതല്ല ഇതൊന്നും. ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്തും ലക്ഷക്കണക്കിന് ആളുകൾ കൃത്യമായി വരുന്നുണ്ട്. വിശ്വാസികളും അവിശ്വാസികളും ശബരിമലയെ ചൊല്ലി എല്ലാ കാലത്തും വിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവിടെ സുപ്രീം കോടതിയിലെ വിധിയുടെ ബലത്തിൽ നവോത്ഥാനമുണ്ടാക്കി കേമനാകാൻ പിണറായി കാണിച്ച പണികളൊക്കെ ആരും മറന്നിട്ടില്ല. തന്ത്രിമാരുടെ പൂണൂലിൽ പിടിച്ചു വലിച്ചു. സുകുമാരൻ നായരെ തെറി പറയാൻ മന്നത്തപ്പൻ്റെ പിതാവിനെ വരെ വലിച്ചിഴച്ച് ആക്ഷേപിച്ചു. നായർ വീടുകളിലെ പഴയ സംബന്ധ കഥകൾ പറഞ്ഞ് സഖാക്കൾ തെരുവിൽ അർമാദിച്ചു. അയ്യപ്പൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിപ്പിച്ചു. അയ്യപ്പ ഭക്തരെ തെരുവിൽ തല്ലിച്ചതച്ചു. കള്ളക്കേസുകൾ എടുപ്പിച്ചു. പന്തളം കൊട്ടാരത്തെയും രാജപ്രതിനിധികളെയും ആക്ഷേപിച്ചു. ആർത്തവ ഫെസ്റ്റ് നടത്തി. അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളെ, സഖാത്തികളെ ഇറക്കി അധിക്ഷേപിച്ചു. ധർമ്മശാസ്താവിനെ, ഒരു കപ്പലണ്ടി കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ട് തെറി വിളിപ്പിച്ചു. മാളികപ്പുറത്തമ്മയെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തു. ഞങ്ങൾ വിസിലടിച്ചാൽ പെണ്ണുങ്ങൾ ശബരിമല കയറി നിരങ്ങുമെന്നായി കോടിയേരി മഹാന്റെ അന്നത്തെ ഭീഷണി. നടേശനെ നവോത്ഥാന മതിലിൻ്റെ മേസ്തിരിയാക്കി. പെണ്ണുങ്ങളെ ശബരിമലയിൽ കയറ്റി വഞ്ചിച്ചു. ഇപ്പോൾ ഉളുപ്പില്ലാതെ നാണമില്ലാതെ പിണറായി വിജയൻ ഇറങ്ങിയിരിക്കുകയാണ് ഗീതാ ശ്ലോകം ഉരുവിട്ട് അയ്യപ്പൻ്റെ സൽഗുണങ്ങൾ പാടാൻ. ഇങ്ങനെ പോയാൽ നാളെ പിണറായി ഭാഗവത ഹംസമായി അവതരിക്കും. പിണറായി വിജയൻ ഉരുവിട്ട ഒരു ഗീതാ ശ്ലോകം കേട്ട് സന്നിധാനത്തെ കഴുതകൾ കോക്രി പിടിച്ചു. ഭൗതികവാദവും മാർക്സിസവും തോട്ടിൽ തള്ളിയ പിണറായി ഭഗവത്ഗീത ഉരുവിടുന്നു. തത്വമസിയെപ്പറ്റി പറയുന്നു. യഥാർത്ഥ ഭക്തരുടെ ലക്ഷണങ്ങൾ പറയുന്നു. അയ്യപ്പനും ബാബരും സെബസ്ത്യാനോസും ഒന്നിച്ചു നിന്നാലും പിണറായി വിജയൻ ഇനി ആ കസേരയിൽ ഇരിക്കുമെന്നില്ല. അതൊരു നാടിൻ്റെ നിശ്ചയമാണ്. അത് കണ്ടിട്ടാടേണ്ട കണ്ണൻ ചേമ്പേ, അതിനൊരു കാമുകൻ വേറെയുണ്ട്. നടേശനെ കണ്ടിട്ട് മൂന്നാം വരവിനൊരുങ്ങുന്ന പിണറായി വിജയൻ അതിനു വെള്ളം വെച്ച ബിരിയാണി ചെമ്പ് അങ്ങ് വാങ്ങി വയ്ക്കുക.